നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജഡത്തിന്റെ ചിന്തയല്ല ഇവിടെ പറയുന്നത്. അതിന് 7-ാം അധ്യായം തൊട്ട് വായിക്കണം. 7:7 ന്യായപ്രമാണ പ്രകാരം നന്മ ചെയ്യണം, പക്ഷെ ഞാൻ അത് ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഞാൻ വെറുക്കുന്നതായ തിന്മയാണ് ചെയ്തു പോകുന്നത്. ഇതിന്റെ അകത്ത് കോപം ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളെ ഉയർത്തിക്കും. കോപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ കർത്താവിനെ പോലെ സൗമ്യനായിരിക്കാൻ ഇഷ്ടം. പൗലോസ് പറയാ, ഞാൻ ഇതാ ചെയ്യുന്നത്, ഞാൻ ഇതിനെ വെറുക്കുന്നെങ്കിലും ഞാൻ വെറുക്കുന്ന ഇതിനെ ഞാൻ അറിയാതെ ചെയ്തു പോകുകയാ. ഞാൻ മറ്റൊരാളെ കുറ്റം പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അറിയാതെ ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു പോകുമ്പോൾ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോവുകയാ. കാരണം ഞാൻ ജഡത്തിലായിരിക്കുന്നു. കള്ളം പറയാൻ ഇഷ്ടമല്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ വന്നു പോകുമ്പോൾ അറിയാതെ ഒന്ന് മൂടിയെങ്കിലും പോകും കള്ളത്തരത്തിന്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, തിന്മ ചെയ്യുന്ന പാപത്തിന്റെ ഒരു പ്രമാണം എന്നിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഇങ്ങനെ ഞാൻ ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സൈഡ് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്തുതിക്കുന്നു, ഇപ്പുറത്തെ സൈഡ് കൊണ്ട് ഞാൻ പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ്, എന്നെ ആര് വിടുവിക്കും? ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ദേഷ്യപ്പെടാൻ നമുക്ക് ഒരു താല്പര്യവുമില്ല. നമ്മൾ ഇച്ഛിക്കാത്ത രീതിയിൽ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് പറയും, അയ്യോ കർത്താവെ പറ്റി. ഒരു സൈഡ് കൊണ്ട് കർത്താവിനെ സ്തുതിക്കും, ഇപ്പുറത്തെ ഭാഷ കൊണ്ട് അയ്യോ ഞാൻ ഇപ്പോഴും ഇങ്ങനെ അരിഷ്ട മനുഷ്യനായി കിടക്കുന്നേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. നേരത്തെ പറഞ്ഞു തിന്മയുടെ പ്രമാണം, അല്ലെങ്കിൽ പാപത്തിന്റെ പ്രമാണം, ബുദ്ധിയുടെ പ്രമാണം, ഇതെല്ലാം അങ്ങോട്ട് ആ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് മാറ്റിയിട്ട് പറയുക, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ആരാധിക്കാൻ വന്നു നിന്നിട്ട് ആരാധിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം ബുദ്ധിയുടെയും പാപത്തിന്റെയും പ്രമാണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ അരിഷ്ട മനുഷ്യനാ, യോഗ്യതയില്ലെന്ന്. നമ്മുടെ പഴയകാല ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയത് അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്നിട്ട് ഇതെല്ലാം കാണിച്ചിട്ട് പറയും, അയ്യോ ആര് വിടുവിക്കുവേ? എന്നാൽ ആത്മാവിലേക്ക് കയറുമ്പോൾ ആത്മാവ് പറയും, കുഞ്ഞാടിന്റെ രക്തം ആബേലിന്റെ രക്തത്തെക്കാൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് നീ യോഗ്യതയില്ലാത്ത വ്യക്തിയല്ല. ഇതാ താഴോട്ട് പറയുന്നത്, ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് നീ അരിഷ്ട മനുഷ്യനാ. നമ്മൾ ജഡത്തിൽ ചിന്തിക്കുമ്പോഴൊക്കെയും നമ്മൾ ചെയ്ത ചെറിയ പാപങ്ങൾ വരെ പൊങ്ങി വന്നിട്ട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പോലും കഴിയാതെ നമ്മളെ ഒതുക്കി കളയുന്നത്. പക്ഷെ ആത്മനിറവ് സംഭവിച്ചാൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വിളിച്ചു പറയുക, ആയിക്കോട്ടെ, അവൻ ദീർഘക്ഷമയുള്ള ദൈവമാ. അതിനെ കഴുകി ശുദ്ധീകരിച്ചു വെളുപ്പിച്ചെടുക്കുന്ന, എത്ര കടിച്ചുമപ്പായതിനെയും ഹിമം പോലെ വെളുപ്പിച്ചെടുക്കുന്ന കുഞ്ഞാടിന്റെ രക്തം